ഹായ് ഓൾ, ദിസ് ഇസ് സാറ്റർഡേ ഈവനിങ്. കഴിഞ്ഞ ദിവസം ടേബിൾ റണ്ണറിൻ്റെ മീതെ കുറച്ച് വൈൻ തട്ടിപ്പോയപ്പോഴാണ് ഞാൻ തന്നെ റിയലൈസ് ചെയ്തത് അതൊരെണ്ണം വാഷ് ചെയ്യാനെടുത്താൽ നമുക്കിവിടെ ഇടാനായിട്ട് വേറൊരെണ്ണം ഇല്ലാന്ന്. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതാണ് ഈ 182 സെൻറ്റിമീറ്ററിൻ്റെ ടേബിൾ റണ്ണർ. ഇതിന് വില വലുതായിട്ടില്ല കേട്ടോ, 200 രൂപയ്ക്കകത്തേ വില വരുന്നുള്ളൂ. അത്യാവശ്യം നല്ല നീളമുണ്ട്. ഇനി നമുക്ക് ആസ് യൂഷ്വൽ ട്രേയിലേക്ക് നട്ട്സിൻ്റെ ഹണി ജാസ് എടുത്ത് വെക്കാം. റൗണ്ട് ലെഡ് വരുന്ന 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് ഞാൻ ഓർഡർ ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിലൊരെണ്ണമാണ് നിലു പൊട്ടിച്ചത്. വീണ്ടും ഞാൻ ഓർഡർ ചെയ്തത് റൗണ്ട് ലെഡിൻ്റെ തന്നെയാണ്. വന്നപ്പോൾ സ്ക്വയർ അടപ്പായി പോയി. ക്രിസ്മസിൻ്റെ ടൈമിൽ മേടിച്ച ക്യാൻഡിൽ സ്റ്റാൻഡ് ആണെങ്കിലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷനൊക്കെ വരുമ്പോൾ ഞാനിതിൽ ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ട് തന്നെയാണ് ഇവിടെ ഡിന്നർ വിളമ്പാറുള്ളത്. കാൻഡിൽ ലൈറ്റ് ഡിന്നറിന്റെ ഒരു ഫീലൊക്കെ കിട്ടാനായിട്ട്. ഈ ഗ്ലാസ് ജഗിന്റെ ലിഡ് ഗ്ലാസ് അല്ല, അത് കൈൻഡ് ഓഫ് പ്ലാസ്റ്റിക് ആണ്, പക്ഷെ നല്ല ഹാർഡ് മെറ്റീരിയൽ ആണ്. നിലു പൊട്ടിച്ച ഹണി ജാറിന്റെ അടപ്പ് ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്തിട്ട് കുടിക്കാൻ പറ്റാതെ വന്നാൽ ബാക്കി വെള്ളം അടച്ചു വെക്കാലോ. അതാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ ഗ്ലാസ്സിന് ഫിറ്റ് ആവുകയും ചെയ്യും. ഈ 2 ബോട്ടിലിന്റെ ലിഡിനും വാഷർ ഉള്ളതുകൊണ്ട് തന്നെ ഉറുമ്പാത്തോട്ട് കയറത്തില്ല. പക്ഷെ അടയ്ക്കുമ്പോൾ സൂക്ഷിച്ച് നോക്കി അടയ്ക്കണം. ടൈറ്റ് ആയില്ലെങ്കിൽ തീർന്നു, ഉറുമ്പ് കയറും. അങ്ങനെ ടേബിൾ റേസറ്റ് ഒക്കെ അവസാനിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ വൈകുന്നേരം ഇവിടുത്തെ പുരുഷ കേസരികൾക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കാം. കുക്കുവിന്റെ ശരീരപുഷ്ടി മാത്രമല്ല ഇപ്പൊ എന്റെ ലക്ഷ്യം. ഇവിടെയുള്ള 3 എണ്ണത്തിനെയും ഒന്ന് നന്നാക്കി എടുക്കാന്ന് കരുതി കുറച്ച് എഗ്ഗ് എടുത്ത് സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട്. എഗ്ഗിന്റെ ട്രേ ഒഴിഞ്ഞിരിക്കുമ്പോൾ എന്തോ പോലാണ്. ആ ട്രേ ആക്ച്വലി ഞാൻ സെറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. സാധാ ഒരു ബാസ്ക്കറ്റിന്റെ അകത്ത് നമ്മൾ എഗ്ഗ് മേടിക്കുമ്പോൾ കിട്ടുന്ന സാധനം അങ്ങോട്ട് കട്ട് ചെയ്ത് കറക്റ്റ് സൈസിന് ഇറക്കി വെച്ചിട്ട് അതിലൊരു 12 മുട്ട അടുക്കി അങ്ങ് വെക്കും. പഴംപൊരിക്കൊരു ബ്രേക്ക് കൊടുത്തിട്ട് എല്ലാവർക്കും വൈകുന്നേരത്തേക്ക് ഏത്തപ്പഴവും മുട്ടയാണ്. എനിക്ക് ചായ ഇല്ലാണ്ട് പറ്റില്ല. ഇനി ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സ്കൂളിലെ ഒലിവിയയുടെ ഹോളി കമ്മ്യൂണിയനാണ്, അങ്ങോട്ടേക്ക് പോകണം. അവിടെ പോയി ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് ലൈറ്റായിട്ട് കഴിച്ചിട്ട് നമ്മളത് ബർത്ത്ഡേ സെലിബ്രേഷൻസിന് എത്തിയൊക്കെയാണ്. പൊതുവേ ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് പുറത്ത് ഫാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും വെളിയിൽ തന്നെ ഇരുന്നു. റൊസാനയുടെ ബർത്ത്ഡേ 11-ാം തീയതിയാണ്. ജെനിഫർ ഏച്ചിയുടെയും റോബിനലിന്റെയും റൊസാനയുടെയും ഒക്കെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക. ഇനി കഥയിൽ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞാനും മിനിയാൻ്റെയും കൂടെ വന്ന് ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഉറിഞ്ചു ചേച്ചിയെടുത്ത് രാവിലെ തന്നെ റോബിൻ ചേട്ടാ ചിക്കനൊക്കെ മേടിച്ചു കൊടുത്തിരുന്നു. ഒക്കെ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3-4 മണിക്കൂർ മാരിനേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ സുഖം കഴിക്കുമ്പോൾ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചപ്പാത്തിയും ചിക്കൻ BBQവും ഒക്കെ കഴിച്ചു. ചുട്ട് അവസാനം ഈ വീട്ടിലുണ്ടായിരുന്ന പൈനാപ്പിളും സവാളയും പച്ചമുളകും ഒക്കെ ചുട്ടു തന്നു. ഭക്ഷണം കഴിച്ചിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറി കഴിയുമ്പോഴുള്ള ഡാൻസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കങ്ങ് ഓടിക്കളഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തത്. അളിയൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചെങ്കിലും അത് ഡിന്നറൊന്നും കഴിക്കാണ്ട് ഒരു ചെറിയ തട്ടിക്കൂട്ട് ആഘോഷമായിരുന്നല്ലോ. ഇതെല്ലാം കൂടെ ഇന്നൊരു ദിവസത്തേക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം ഇരുന്നിട്ട് വേണം നാളത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഷെഡ്യൂൾ ആവാനായിട്ട്. ഇനി ഇവൻ്റെ പുറത്തുനിന്ന് ഈ കേക്ക് മുഴുവൻ കഴുകി കളഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.